സോക്കർ സ്കൂള് മെൻഷൻ ചെയ്യുന്ന ഇതാ, കാരണം ബോൾ വഴി എല്ലാം മനുഷ്യരെ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. കാരണം ഈ ബോൾ ആരുടെ അടുത്തേക്ക് പോകത്തില്ല. നമ്മൾ എത്രത്തോളം അതിലേക്ക് അടുക്കണോ അതനുസരിച്ച് അത് തന്നെ ദൈവത്തേക്ക് എത്രയോ അടുക്കുന്നോ അതനുസരിച്ച് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതിനകത്ത് എല്ലാ മതസ്ഥരും ഉണ്ട്, എല്ലാം ഉണ്ട്, ഓമുണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു ലോകയാണ്. നമസ്കാരം. ഇന്ന് നമ്മളോട് ഒത്ത് ഈ സംഭാഷണത്തിൽ അതിഥിയായി ചേർന്നിരിക്കുന്നത് തൊടുപുഴയ്ക്ക് ഏറ്റവും സുപരിചിതനായിട്ടുള്ള ഒരു സന്തോഷ് ട്രോഫി മുൻ ഫുട്ബോൾ താരവും ഫുട്ബോൾ ട്രെയിനർ കൂടിയായിട്ടുള്ള, അതിലപ്പുറമായിട്ട് ഒത്തിരി വിശേഷങ്ങളുണ്ട്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, എൻ്റെ ദീർഘനാളത്തെ അടുത്ത സുഹൃത്തുമാണ് അദ്ദേഹം. തൊടുപുഴ മെർച്ചൻസ് അസോസിയേഷൻ്റെ തൊടുപുഴ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭാഷണം ഞങ്ങൾ തമ്മിൽ നടത്തുന്നത്. നമസ്കാരം സലീംകുട്ടി. നമസ്കാരം. സലീംകുട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടായിരിക്കുമോ തെരഞ്ഞെടുപ്പിൽ? ആദ്യമായിട്ടാണ്. സലീംകുട്ടിയെ തേടി പല പുരസ്കാരങ്ങളും വന്നിട്ടുണ്ട്. വീട് നിറയെ ഷീൽഡുകളുണ്ട്, സ്പോർട്സുമായി ബന്ധപ്പെട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും. പക്ഷെ സലീംകുട്ടി ജനങ്ങളോട് അഭ്യർത്ഥിച്ച്, വോട്ടുകൾ അഭ്യർത്ഥിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ആദ്യമായിട്ടാണ്. വിജയിക്കോ? 100% എനിക്ക് 100% പ്രതീക്ഷയാണ്. എന്താണ് അതിന്റെ പിന്നിൽ? ഞാൻ 1990 സന്തോഷ് ട്രോഫി ടീമിലും പിന്നെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് ക്യാമ്പിലും ഒക്കെ അംഗമായിരുന്നു. കാലിനേറ്റ് പരുക്ക് കളിയായിട്ട് വിട പറയേണ്ടി വന്നു. അപ്പൊ ഇനി ആർക്കും ഇതുണ്ടാകരുതെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ അതിന്റെ ഒരു പരിശ്രമമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ്, മുതലക്കുളം സെന്റ് ജോർജ് സ്കൂള്, ഗവൺമെന്റ് ബോയ്സസ്, ഈ 3 സ്ഥലങ്ങളും എന്റെ സ്വന്തം സ്ഥാപനം പോലെയായിരുന്നു കൊണ്ടുവരുന്നത്. അവിടെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് പരിശീലനം കൊടുത്തു ഒരു 10-25 വർഷത്തോളം. അത് കഴിഞ്ഞ് ഈ ഗ്രൗണ്ടുകളൊക്കെ മൊത്തം പ്രോബ്ലംസ് ആയി, വേറെ ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് 5 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് ഗ്രൗണ്ട് പണിത് സോക്കർ സ്കൂൾ തുടങ്ങി. അപ്പൊ എല്ലാവരും ഫുട്ബോൾ കളിക്കാരന് വ്യാപാരി വ്യവസായം എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കതിന് മറുപടി പറയാനുള്ളത്, ഞാൻ ഇതൊന്നും ചെയ്തത് ഇവിടെ ഒരു ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ചുറ്റുഭാഗത്തുള്ള അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങള്, സേവേഴ്സ് ഹോമുകള്, ഇവിടുത്തെ മദറാഞ്ചേരിയുടെ ദിവ്യശാലയം, പ്രതീക്ഷാ ഭവൻ, സേവേഴ്സ് ഹോം പോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അതിൽ അവരുടെ ജാതി മതമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അവരോടൊപ്പം എല്ലാ കാലത്തും എൻ്റെ വീടും എൻ്റെ സ്ഥാപനത്തിൽ കൂടുതൽ ഞാൻ അവിടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ നിരവധി കാര്യങ്ങളിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ രക്തവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ നിരവധി പ്രാവശ്യം അങ്ങയെ സമീപിച്ചിട്ടുണ്ട്. അതിന് ഒരു പരിഹാരവും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഹൃദയസ്ഥമാണ്. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലെങ്കിലും കാണികൾക്ക് ഒരുപക്ഷെ തൊടുപുഴ വിട്ടിട്ടോ അല്ലെങ്കിൽ ഇടുക്കി വിട്ടിട്ടോ ഉള്ളവർക്ക് പരിചിതമല്ലായിരിക്കാം. ഏതായാലും ഈ സോക്കർ സ്കൂളും വഴി നിരവധിയായിട്ടുള്ള കായിക താരങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ഇടങ്ങളിൽ വലിയ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയ 3-4 പേഴ്സൺസ് ഉണ്ടല്ലോ പുറത്തെടുക്കാൻ ആരെങ്കിലും? NP പ്രദീപ്, സനുഷ് രാജ്, അതുപോലുള്ള ജസ്റ്റിൻ സ്റ്റീഫനൊക്കെ നമ്മുടെ അതെ, അവര് ഫുട്ബോൾ എന്ന് പറയുന്ന ഓരോ ഘട്ടത്തിൽ കടന്നു പോലെ. ഞാൻ അതിലുപരിയായിട്ട് ഗ്രൗണ്ട് വന്നപ്പോൾ എനിക്ക് മനോരമയുടെ അവാർഡ് കിട്ടി. അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ അതിന്റെ കാൺസെപ്റ്റ്? അന്ന് കേരളത്തിൽ ഒരിടത്ത് ഇതുപോലെ പൊതുവിടങ്ങളിൽ ഗ്രൗണ്ടില്ല, എല്ലാവരും അമ്പലം പള്ളികളിൽ പണിയാ. എല്ലാ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടാൻ സ്പോർട്സിന് സാധിക്കും. അതെ, അവരുടെ ജാതി മതമൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു അമ്പലം പള്ളിയും പണിയതിന് പകരം ഇത് എല്ലാ മനുഷ്യനെയും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ഇതിന് സാധിക്കും. ഇതൊരു കളിയല്ല. ഈ കളിയിലുപരിയായിട്ട് നമ്മുടെ നാടിന്, നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന്, രാജ്യത്തിനൊക്കെ ഒരുപടി ഗുണങ്ങൾ ഇതുവഴിയുണ്ട്. ഈ സലീംകുട്ടി തന്നെ ആമുഖമായി പറഞ്ഞു, സലീംകുട്ടി ഒരു ഫുട്ബോളറാണ്, സലീംകുട്ടിക്ക് എന്ത് കാര്യം വ്യാപാരിയില്ലെന്ന്. ഞാൻ 88 കാലയളവിൽ കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ ന്യൂമാനിൽ വന്നപ്പോൾ അന്ന് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ലില്ലി ലോഡ്ജും അനുബന്ധമായിട്ടൊക്കെ നമ്മൾ തമ്പടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് താഴെ അങ്ങേക്കൊരു ഹോട്ടലുണ്ട്. അങ്ങ് അതിന്റെ ഒരു അസിസ്റ്റന്റ് പ്രൊപ്പറേറ്റർഷിപ്പിലൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം. അപ്പൊ അന്ന് തൊട്ട് അങ്ങ് ഒരു ഹോട്ടൽ വ്യവസായത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ തൊടുപുഴയിലുണ്ട്. അത് കാണാതെ അറിയാതെ ആയിരിക്കും ഒരുപക്ഷെ അങ്ങ് വെറും ഒരു ഫുട്ബോളറാണ്, വ്യാപാരിയിൽ എന്ത് കാര്യം എന്നുള്ള ഒരു ചിന്തയിൽ ഒരു വർത്തമാനം പറയുന്നത്. പിന്നെ സലീംകുട്ടി, ഈ തെരഞ്ഞെടുപ്പ് അത്ര സുതാര്യമല്ല കാര്യങ്ങൾ. അതായത് ഇതിനകത്ത് മെമ്പർമാരെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു തുടർക്കഥ പോലെ ഇരിക്കുന്നതിനും അധികാരം അനുഭവിക്കുന്നതിനും വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്ത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയം ഫുൾഫിൽ ചെയ്യാതെ മെമ്പർഷിപ്പ് ചേർത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി പാക്ഷ്യമായിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞേ. ഞാൻ മിക്കവാറും ആ ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റിൽ മെജോറിറ്റി ആൾക്കാരെ വിളിച്ചിരുന്നു.
അപ്പൊ വിളിച്ചപ്പോ പലർക്കും 9 ഒക്കെ നമ്പറേ ഉള്ളൂ, ചിലർക്ക് 11 നമ്പർ, കുറെ നമ്പറുകൾ ബ്ലാങ്ക് ആയിട്ട്. സ്ഥാപനങ്ങളുടെ പേരും ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ വിളിച്ച പലരും ഈ ജില്ലയ്ക്ക് വെളിയിലും സംസ്ഥാനത്തിന് വെളിയിലും ഒക്കെ ഉള്ളത്. ഫോൺ എടുത്തിട്ടുണ്ടോ? അതിൽ നിജസ്ഥിതി ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. കാരണം ഇപ്പൊ സ്പോർട്സ് ആറുള്ളടുത്ത് വേറെ ആളുകൾ അതിൻ്റെ അകത്തുനിന്ന് കയറുന്ന പോലെ വ്യാപാര സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കും വ്യാപാരികളുടെ കാര്യങ്ങൾ പറയേണ്ടടുത്ത് നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് കുറെ ആളുകളെ കൊണ്ട് ചേർത്തിട്ട് എന്ത് പറയണം? ആർക്കതിനുകൊണ്ട് പ്രയോജനമുള്ള? ഇതിപ്പോ പ്രസിഡന്റ് ആയില്ല എന്ന് ഓർത്തുന്നു നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടൊന്നും ഞാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ വീട് പണിത് കൊടുക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ കേസിൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും, ആദിവാസി മേഖലയിൽ വരെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞാൻ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ തന്നെ ഒരു ഫോളോവർ, ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ വിളിച്ചപ്പോൾ എനിക്കും കേൾക്കാൻ കഴിഞ്ഞതാണ്. ഒരു അമ്മിച്ചയാണ്, ഏതോ ഒരു തൊടുപുഴ ഒരു എണ്ണക്കടയിൽ നിന്ന് എണ്ണം മേടിച്ചതിന്റെ പേരില് അവരെയും മെമ്പർഷിപ്പ് ചേർത്തു. അപ്പൊ അമ്മിച്ചിയുടെ കട എവിടെയാന്ന് ചോദിച്ചപ്പോ ഡിവൈൻ പള്ളിയുടെ തൊട്ടടുത്ത് തിരി കത്തിക്കാൻ വേണ്ടി എണ്ണ വെച്ച് ഞാൻ ടേബിളിൽ വെച്ച് വിൽക്കുന്ന അമ്മിച്ചയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മിച്ചയെ പോയി നമ്മൾ കാണുകയും ചെയ്തു. അപ്പൊ അത് ഒരു ഫാക്റ്റാണ്. ഈ മൽ പ്രാക്ടീസ് ഈ വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ജില്ലാ നേതൃത്വമൊക്കെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു സാമൂഹിക പ്രവർത്തന, പൊതുപ്രവർത്തനം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് അവിടെ നിൽക്കട്ടെ. സലീംകുട്ടി ഈ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരികയാണെങ്കിൽ സലീംകുട്ടിയുടേതായ രീതിയിൽ ഈ സംഘടനയെ കൊണ്ടുപോകാനാണോ ശ്രമിക്കുക, അതെയോ ഇതിന് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാനാണോ ശ്രമിക്കുക? ഞാൻ എന്റെ ചെറുപ്രായത്തില് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയ ആളല്ല. എന്നെ പറ്റി ഞാൻ CPM കാരനാണ്, RSS കാരനാണ്, BJP കാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ലീഗുകാര്, അതായത് ഇവിടുത്തെ തൊടുപുഴയിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് അവരെന്ത് നന്മ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ഞാൻ പങ്കാളിയാണ്. അതുകൊണ്ട് എനിക്കതൊന്നും എന്നെ പറഞ്ഞ എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒക്കെ എല്ലാത്തിനും വേണ്ടി നടന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പൊതു മനുഷ്യനായി മാറി. കാരണം ഒരു സ്പോർട്സുകാരൻ ഒരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പില്. അപ്പൊ ഈ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അസോസിയേഷനിലൊക്കെ ചെറിയ പ്രശ്നം, ഞാൻ ഇതിലൊന്നും ഇടപെട്ട ആളല്ല. അപ്പൊ എല്ലാവരും കൂടെ എന്റെ അടുത്ത് പറഞ്ഞത്, അപ്പൊ ഞാൻ എന്റെ മനസ്സിലാലോചിച്ച് 10-30 വർഷത്തോളം ഈ സമൂഹത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. അപ്പൊ ആളുകൾ എങ്ങനെയാ നമ്മുടെ കോൺട്രിബ്യൂഷനെ കാണുന്നതെന്നും കൂടി അറിയാലോ. അല്ല എനിക്ക് ഇതിന്റെ അകത്ത് വേറെ ഒരു താല്പര്യമില്ല. ഞാൻ വന്ന നമ്മളൊരു ശരിയുടെയും നന്മയുടേതുമായിട്ടുള്ള ഒരു കഴിഞ്ഞ ഒരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷത്തെ പ്രവർത്തനം അതിന്റെ ഒരു പാരാമീറ്ററായി അങ്ങനെയാ കാണുന്നത്. അത് ജയിച്ചാലും തോറ്റാലും എനിക്ക് പ്രോബ്ലം. സലീംകുട്ടി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ വ്യാപാരിയുടേതായ ഒരു കസ്റ്റോഡിയൻഷിപ്പില് തൊടുപുഴയിലെ ഷെറോൺ ഹാളിന് മുമ്പിൽ നീണ്ടു നിവർന്ന് വലിയ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള കമ്മിറ്റികളൊന്നും അറിയാതെ അത് ഒരു വ്യക്തിക്ക്, ഒരു പാർശ്വവർത്തിക്ക് എന്ന് തന്നെ പറയാം, പ്രസിഡന്റ് അത് ലോങ് ടൈം ലീസ് BOT വ്യവസ്ഥയിൽ കൊടുത്തു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ദീർഘനാളത്തെ ഒരു വ്യവസ്ഥ വെച്ചിട്ട് ലീസിന് കൊടുക്കുമ്പോൾ പിന്നീട് അവർ തന്നെ അത് ഹോൾഡ് ചെയ്യുന്ന ഒരു പതിവാണ്. പൊസഷൻ സ്റ്റാറ്റസ് കോ ഒക്കെ നിലനിർത്തി പിന്നെ മക്കളായിട്ട് അതങ്ങ് കൊണ്ടു നടക്കും. അപ്പൊ ഞാൻ ഇതിന്റെ കമ്മിറ്റിയിലും ജില്ലാ കൗൺസിലും അംഗമായിരുന്നു. അപ്പൊ ഞാനിത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞത് അങ്ങനെ നടന്നിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ 1-2 സ്നേഹിതന്മാർ ഇതിന്റെ സർട്ടിഫൈഡ് കോപ്പി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുത്തു. അത് കാണിച്ച് എക്സിബിറ്റ് ചെയ്ത് ഇതിന്റെ പ്രസിഡന്റിന്റെ മുമ്പിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, അത് അങ്ങനെയല്ലേ, അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ട് അബോളിഷ് ചെയ്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു കുറുവാ സംഘ ഇടപാടാണല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇത് വേണ്ടപ്പെട്ട സമിതികളൊന്നും കൂടി ആലോചിക്കാതെ ഇത്തരത്തിലുള്ള ഒരു ഇടപാട് അപ്പം ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയ എന്നെ പുള്ളി അങ്ങോട്ട് എക്സ്പെൽ ചെയ്തു. ഇതിനകത്തുനിന്ന് പുറത്താക്കുന്ന ഒരു സമയം സ്വീകരിച്ചു. ജനാധിപത്യ മര്യാദയല്ല, ഞാനൊരു അപ്പീലിനും പോയില്ല. കാരണം ഇത് എന്റെ ജീവിത പ്രശ്നമല്ല, സലീംകുട്ടിയെ പോലെ തന്നെ. പക്ഷേ ഇത് ചൂണ്ടിക്കാട്ടിയ ആളെ പുറത്താക്കുക, ഇതൊരു കുറുവാ സംഘം ഇടപാടാണല്ലോ എന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ പേര് പുറത്താക്കുന്നു. കുറുവാ സംഘം പരിപാടി കാണിച്ചവനകത്ത് നിൽക്കുക. സലീംകുട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ പ്രതീക്ഷിക്കാവുന്നത്? ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ നടക്കുന്നതിന്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിലും നമുക്ക് എതിരായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഞാൻ ഒരിക്കലും നീതിപൂർവ്വം അല്ലാത്ത ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ല. എന്നെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പണിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ എന്നെ ജയിപ്പിച്ച 100% വ്യാപാരിയായിട്ട് ആൾക്ക് അയാൾക്കുടെ നീതിപൂർവമായ കാര്യത്തിൽ അല്ലാതെ ഞാൻ ഒരിക്കലും ഇടപെടുകയില്ല. താല്പര്യമില്ല. വ്യാപാരികൾ നീറുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ കുത്തക വ്യാപാരികളല്ല, ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ ജീവിതം കൂട്ടിമുട്ടിക്കുന്നതിനും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതിനെ വിചിന്തനം ചെയ്യുന്നതിനും അതിനുള്ള ഒരു ബോഡിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഘടകങ്ങൾ മാറുന്നതിന് പകരം നിരവധിയായ ഉദ്ഘാടനങ്ങൾ കിട്ടും ഇതിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ആൾക്ക്. അത് തൊടുപുഴ പോലുള്ള ടൗണിലാവുമ്പോൾ വിശിഷ്യ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള സാഹചര്യങ്ങളും ഫോട്ടോ സെക്ഷനുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെയിം ഉണ്ടാവും. പക്ഷെ അത് മാത്രം അനുഭവിച്ചു പോകുന്നതാണോ ശരി? വ്യാപാരികളുടെ നീറുന്ന പ്രശ്നം
പരിഹരിക്കാൻ വേണ്ടി കൂലങ്കഷമായ ചർച്ച നടത്തി അതിനെന്ത് വ്യത്യസ്തമായ ഒരു നിലപാട് നടപടി സ്വീകരിച്ച് അവരെ സഹായിക്കാം എന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിൽ വരേണ്ട ചിന്ത? 100%. അങ്ങയുടെ ഈ കാര്യത്തിലുള്ള കാര്യത്തിൽ ഞാൻ എന്താണെങ്കിലും പൂട്ടിയ കടകൾ തുറപ്പിക്കാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്. അതായത് നമുക്ക് നമ്മുടെ ഏറ്റവും വിഷമഘട്ടത്തിലാ കല്യാണത്തിന് എല്ലാവരും വരും, പക്ഷെ ഡെലിവറിക്ക് ആരും വരില്ല. ബ്ലഡ് വേണം, പൈസ വേണം, ഹോസ്പിറ്റലിൽ വേണം. അങ്ങനെ ആരും കാണാത്ത അങ്ങനെയുള്ള സ്പേസുകളിലാണ് നമ്മളെല്ലാം പണിയെടുത്തത്. നമുക്ക് ഇനി ഫോട്ടോസിന്റെ ആവശ്യമില്ല. ഞാൻ 10-30 വർഷമായിട്ട് പൊതു പറഞ്ഞു, ഞാൻ ഇന്നുവരെ എന്റെ ഫോട്ടോ വെച്ചിട്ടില്ല. അത് ഒരു മാസത്തിൽ ഒരു 3 പേര് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ഏതെങ്കിലും ഒരു പരിപാടി നടത്താറുണ്ട്. ഞാൻ ഇന്നുവരെ എന്റെ ഫ്ലെക്സ് വെച്ചിട്ടില്ല. ഞാൻ മരിക്കുമ്പോൾ ഫ്ലെക്സ് വന്നാമെന്ന് വിചാരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പോണ ആളാണ് ഞാൻ. എനിക്ക് ആരോടും വിദ്വേഷമൊന്നുമില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഞാൻ ജയിച്ചാലും ഇവരെല്ലാം കൂട്ടി വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കും ഒരിക്കലും. കാരണം അവരും എന്നോട് ഇന്ന് വരെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ അവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ആളുകൾ. ഈ പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയുടെ ഒരു നാളിത് വരെയുള്ള കണക്കുകൾ ബാലൻസ് ഷീറ്റ് എന്നാണ് അതിന് ഒരു സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ആ ബാലൻസ് ഷീറ്റ് കൈമാറുന്ന ഒരു സ്ഥിതി കുറെ നാളായി നമ്മുടെ യൂണിറ്റിലില്ല. അപ്പം ഇപ്പൊ സലീംകുട്ടി പ്രസിഡന്റ് ആയാല് സലീംകുട്ടി ഒരു ബുക്കും പേപ്പറും മേടിച്ച് ഒന്നെന്ന് തുടങ്ങുവാണ്. കഴിഞ്ഞ നാളുകളിലെ നാൾവഴികൾ, എക്സ്പെൻസ്, അതിനകത്ത് മിസ്അപ്രോപ്രിയേഷൻ, ഓഡിറ്റ് ഒബ്ജക്ഷൻസ്, ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് തുടക്കത്തെ പോലെ പോകേണ്ടതാണ്. കാരണം ലക്ഷക്കണക്കിന് റുപ്യയുടെ വരുമാനമുണ്ട്, ഫീസ് ഇനത്തിൽ വാങ്ങുന്നുണ്ട്, അതിലപ്പുറമായിട്ട് മെമ്പർഷിപ്പ് ചേർക്കുമ്പോൾ വാങ്ങുന്നുണ്ട്, അതിലപ്പുറമായിട്ട് ചിട്ടി വെച്ചുള്ള വരുമാനങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു ബാലൻസ് ഷീറ്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം ഞാൻ ചോദ്യം ചെയ്തയാളാണ്, അല്ല അങ്ങനെ വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണ്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യപ്പെട്ടത്. എന്തോ ആയിക്കോട്ടെ സലീംകുട്ടി, ഈ ഒരു വിഷയത്തില് ഈ ചിട്ടിയൊക്കെ ആണെങ്കിലും അതിന്റെ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ കൈ കിട്ടും. ഇപ്പൊ 20 ലക്ഷം രൂപയുടെ ചിട്ടി വെച്ചാൽ 20 ലക്ഷം രൂപ കൈ കിട്ടും. അപ്പോൾ 2 വർഷത്തെ ഭരണസമിതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത മാസം എക്സ്പെൻഡിച്ചർ ആകാം. അപ്പൊ മൈക്കും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു എക്സ്പ്ലോഷന് വേണ്ടിയിട്ട് ചില ഭക്ഷണം കഴിച്ച് പേരിന് 2 ടോർച്ച് പോലീസ് സ്റ്റേഷനിൽ രാത്രി പെട്രോളിങ്ങിന് സംഭാവന കൊടുത്തതായിട്ടും അല്ലെങ്കിൽ 2 തയ്യൽ മെഷീനും കാണിച്ചിട്ട് ഈ പണത്തിന്റെ പൊതുപണത്തിന്റെ ഒരു ദുർവിനിയോഗം അത് കുറെ നാളുകളായിട്ടുണ്ട്. എക്സ്പെൻഡിച്ചറാക്കി കളയുകയാണ്. ഉല്ലാസയാത്രകള്, ഭക്ഷണം, അല്ലെങ്കിൽ ഒരു ആർഭാടത്തിനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വലിയ ഒരു കാര്യങ്ങളായിട്ട് അങ്ങ് നിർവഹിച്ചു പോവുകയാണ്. അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള നിലപാടങ്ങ ഞാൻ ചന്തക്കകത്ത് ജനിച്ച ആളാണ്. തൊടുപുഴ പട്ടണത്തിൽ എന്റെ വലിയപ്പ മുതൽ ഹോട്ടലാണ്. പാലം മന്നേനും എന്റെ വലിയപ്പയ്ക്ക് ചെറിയ ഹോട്ടലാണ്. അപ്പൊ ഞങ്ങള് 3-ാം തലമുറ. നമ്മൾ ഇത്രയും കാലം ഈ നാട്ടില് ഒരുപാട് പരിപാടികളിൽ ഇടപെട്ടിട്ടുണ്ട്. കമ്മീഷൻ പോലും മേടിച്ചിട്ടുണ്ട്. പണിയെടുത്ത പണമല്ലാതെ ഒരാളുടെയും പണവും മേടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്റെ ജീവിതത്തിൽ രാവിലെ ഇറങ്ങി എന്റെ കുടുംബത്തോടൊപ്പം എന്റെ സ്ഥാപനത്തോടൊപ്പം സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യുന്നു മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ല. കാരണം നമ്മൾ എത്ര ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ സ്പേസിൽ നിന്ന് പറയാൻ പിന്നെ ഇല്ല. പക്ഷെ കോൺട്രിബ്യൂഷൻ അതല്ല, ജീവിതാവസാനം വരെ കിട്ടും. അത് കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ അന്വേഷിച്ച് ബ്ലഡിന് ഇന്നൊരു 15 അതെ എല്ലാ ദിവസവും. അപ്പൊ എപ്പോഴും എൻഗേഡാ. എനിക്ക് ആരോടും കുശുമ്പ് ഞാൻ തോന്നാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ ഒരു 15 രൂപ വെച്ചാൽ ഒരു 10 പേർക്ക് 5 പേർക്കൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ളൂ. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നിനെ പറ്റി ആലോചിക്കാറില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്യാറില്ല ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ നാടിന് കൊടുക്കാം. ഇപ്പൊ മർച്ചന്റ് അസോസിയേഷന് കൃഷ്ണനായുള്ള സമയത്തൊക്കെ തന്നെ ജില്ല വിട്ടും ഓരോ പരിപാടിക്ക് ഞാൻ നന്നായിട്ട് മുദ്രാവാക്യമൊക്കെ അദ്ദേഹത്തിന്റെ നാമധേയം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സംസാരം നടത്തി പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇത്രയും നിർലോഭമായിട്ടുള്ള സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥാപനങ്ങളും അതിന്റെ ഘടക സ്ഥാപനങ്ങളുടെയും എല്ലാം വരുമാനം ഇപ്പോഴും ഇരിക്കുന്നവരൊക്കെ അനുഭവിക്കുന്നത്. അത്ര കണ്ട് നിസ്തൂലമായ സേവനം സംഘടനയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ദീപ്തമായിട്ടുള്ള ടീം അങ്ങ് വർക്കൗട്ട് ചെയ്യണം, വിജയിച്ചു വന്നാൽ എന്നുള്ള 100%. ഞാൻ പ്രസിഡന്റ് ആയ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു സംസ്ഥാന തലത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടത്തും. അത് കിട്ടുന്ന പണം നമ്മുടെ ചാരിറ്റി മേഖലയ്ക്ക് വേണ്ടി മാത്രം. അതുപോലെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഡൊണേഷനൊക്കെ നമുക്ക് ജയിച്ച അവിടെ അസോസിയേഷനിൽ തന്നെ ഒരു ഓഫീസ്, ഒരു സ്റ്റാഫിനെ ഇട്ട് പറ്റാവുന്ന സപ്പോർട്ട് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് ജാതി മതവും പാർട്ടിയൊന്നും നോക്കാതെ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ വന്ന അപ്പോ എനിക്ക് ഒത്തിരി കൺസെപ്റ്റ് എന്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഏതാ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് കിട്ടും. നമ്മുടെ സമൂഹം അത് എത്രത്തോളം തിരിച്ചറിയണോ അത്രത്തോളം. അല്ലാതെ ഏതായാലും ഒരു കുതന്ത്രവും ഇല്ലാതെ ജനാധിപത്യ മൂല്യങ്ങളെ പാലിച്ചുകൊണ്ട് സംഘടനാപരമായ എല്ലാ മര്യാദകളെയും പാലിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ സേവനത്തിന്റെ മറ്റൊരു പതിപ്പായി സംഘടനയെ മാറ്റും. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നന്മയുടെ മുമ്പിലേക്കുള്ള പ്രയാണമാണ് അദ്ദേഹത്തിന്റെ നമ്മൾ ഇത്രയും നേരവുമായിട്ടുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. സലീംകുട്ടി, അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും അങ്ങ് വിജയിച്ച് തൊടുപുഴ യൂണിറ്റിന്റെ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.